മിഡ് സൈസ് SUV എന്നൊരു സെഗ്മെൻറ്റ് തുടങ്ങി വെച്ചതും ഭരിച്ചതുമായിട്ടൊരു വാഹനമായിരുന്നു റെനോ ഡസ്റ്റർ. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻ്റ് ആണ് ആൻഡ് ഒരുപാട് ബയേഴ്സ് ഉള്ള സെഗ്മെൻറ്റാണ്. പക്ഷേ കുറേ കാലമായിട്ട് അതിൽ ഡസ്റ്റർ ഇല്ല. റെനോ ഇപ്രാവശ്യം ഡസ്റ്ററോട് വന്ന് പറഞ്ഞേക്കുന്നത് ഈ പദവിയും കീഴടക്കും സെഗ്മെൻറ്റിനെയും ആകെ മൊത്തം ഒളിച്ചടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് ഈ ഡ്രൈവറോട് നോക്കാം. സോ മൈ ഫ്ലൈവേഴ്സ്, ഞാൻ നന്ദു, ഞാൻ നിഹാൽ റാഷിദ് ആൻഡ് ഇത് ദ റെനോ ഡസ്റ്റർ ഫസ്റ്റ് ഡ്രൈവ് റിവ്യൂ. 2010 ഇന്ത്യക്കാർക്ക് റെനോ ഡസ്റ്റർ എന്ന വാഹനം റെനോ ഷോക്കേസ് ചെയ്തത്. ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു വാഹനമായിരുന്നു. മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാഡർ ഫ്രെയിം ഷാസിയിലുള്ള വലിയ SUVകൾ മാത്രം ശീലിച്ച ഇന്ത്യക്കാരുടെ ഇടയിലേക്ക് ഒരു ചെറിയ മോണോക്കോക്കായിട്ടുള്ള യൂസബിൾ SUV അതിൻ്റെ ഒരു ഉപയോഗമാണ് റെനോ ഡസ്റ്റർ കാണിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് അതൊരു ഫാരി ടെയിൽ തന്നെയാണ്. ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ടായി, ഫാൻ ബേസ് നെക്സ്റ്റ് ലെവൽ, പിന്നെ റിലയബിലിറ്റി, ഇതിൻ്റെ യൂട്ടിലിറ്റേറിയൻ ആയിട്ടൊരു ആസ്പെക്റ്റ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ റെനോ ഡസ്റ്റർ എന്ന വാഹനം ഇത്രമാത്രം വിജയിക്കാൻ കാരണം. അതിനുശേഷമാണ് ബാക്കിയുള്ള മാനുഫാക്ചറേഴ്സ് ഈ മിഡ് സൈസ് SUV എന്നൊരു സെഗ്മെൻറ്റ് മനസ്സിലാക്കി അതിന് അത്രമാത്രം ബയേഴ്സ് ഉണ്ടെന്നും അത്രമാത്രം ആവശ്യമുണ്ടെന്നും മനസ്സിലാക്കി ബാക്കിയുള്ള വാഹനങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ഓൺ ദ വേ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ഫീച്ചർ വൈസ് ആണെങ്കിലും ടെക്നോളജി വൈസ് ആണെങ്കിലും ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് കൊണ്ടുവന്നപ്പോൾ റെനോയ്ക്ക് ഒരു പടി പുറകോട്ട് വെക്കേണ്ടി വന്നു, ഫീച്ചർ വൈസ് പ്രത്യേകിച്ചും. പക്ഷെ അന്നും കൾട്ട് ഫോളോയിങ്ങിന് ഒരു കുറവുണ്ടായിരുന്നില്ല, വാഹനത്തിൻ്റെ വിറ്റ് വയ്ക്കലിനും ഒരു കുറവുണ്ടായിരുന്നില്ല. പിന്നെയായിരുന്നു റെനോ ഡസ്റ്റർ എന്ന വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുള്ള ന്യൂസ് അറിയുന്നത്. അന്ന് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു, പുതിയ വാഹനം അന്ന് വിപണിയിൽ ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു വേൾഡ് വൈഡ് മാർക്കറ്റിൽ. പക്ഷേ അടുത്തൊന്നും ഇന്ത്യയിലേക്ക് വന്നുമില്ല. ബട്ട് അവസാനം നമുക്ക് പുതിയ ഡസ്റ്റർ കിട്ടിയേക്കാണ്. ഒരുപാട് ഹൈപ്പുള്ളൊരു വാഹനമാണ്, ഒരുപാട് പേര് കാത്തിരിക്കുന്നൊരു വാഹനമാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും എവിടെയും ഡസ്റ്റർ മാത്രമേ ഉള്ളൂ. സോ ഇത്രമാത്രം ഹൈപ്പിന് ഈ വെഹിക്കിള് ഉള്ളതാണെന്നാണ് നമ്മുടെ ഈ ഒരു റിവ്യൂ തന്നെ. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. തുടക്കം തന്നെ മുൻവശത്തെ ഡിസൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പഴയ ഡസ്റ്ററിൻ്റെ രൂപം ഷേപ്പും എല്ലാം നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ മസ്കുലർ ആയിട്ടുള്ള ബിറ്റ്സ്, ഇപ്പോൾ ബോണറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹമ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ അതേപോലെ ലോകത്ത് എവിടെയില്ല ഇതുപോലത്തെ ഒരു LED DRL ഡസ്റ്ററിന് ഇന്ത്യക്കായിട്ട് സ്പെഷ്യലി മെയ്ഡാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഡസ്റ്റർ ലോഗോ ആണ് ഫ്രണ്ടിൽ വരുന്നത്, അല്ലാതെ റെനോൻ്റെ ലോഗോ അല്ല. കാരണം അത് മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഡസ്റ്റർ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. പിന്നെ താഴത്തേക്ക് വരുമ്പോഴും ഒരു സ്കിഡ് പ്ലേറ്റ് പോലത്തെ ഡിസൈനിലൊക്കെ ഒരുപാട് വെൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ റിയലാണ്. ഈ സൈഡിൽ കാണുന്ന എയർ വെൻറ്റ് പോലും റിയൽ ആയിട്ടുള്ള വെൻറ്റാണ്. അത് ഫുൾ ഫ്ലോ കൊടുക്കുന്നുണ്ട്. താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഒരു കുഞ്ഞ് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുള്ളത്. സൈഡിലോട്ട് വരുമ്പോൾ ഡിസ്റ്റിങ്റ്റീവ്ലി ഡസ്റ്റർ തന്നെയാണ്. നേരത്തെ എന്ന ഡസ്റ്ററിൻ്റെ ഡിസൈൻ എലിമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ കുറച്ച് എഡീഷൻസ് ആയിട്ട്. വീല് നോക്കുകയാണെങ്കിൽ പുതിയൊരു വീലാണ്. ഇതിപ്പോൾ ലോഞ്ച് എഡീഷനാണ് ഈ വാഹനം. ഈ ഒരു പച്ച കളറും ഇവിടെ ഈ ഒരു പ്ലേറ്റോ കാണാൻ പറ്റും. ഈ ബ്ലാക്ക് വീലും ലോഞ്ച് എഡീഷനാണ് വന്നേക്കുന്നത്. ബാക്കി ഇപ്പോൾ വേറെ കുറച്ച് കളേഴ്സ് ഉണ്ട്, അതിൽ ഡയമണ്ട് കട്ട് വീൽസാണ്. ബട്ട് ഐ ഫീൽ ദിസ് ലുക്സ് ബെറ്റർ. 18 ഇഞ്ച് വീൽസാണ് വരുന്നത്. 225 പ്രൊഫൈൽ ടയേഴ്സായിട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് ഇത് ഏതാണോ വേരിയൻ്റ് എന്നറിയാനുള്ള പ്ലേറ്റ് വരുന്നത്. ഇത് പക്ഷേ ലോഞ്ച് എഡീഷൻ ആയതുകൊണ്ട് ഇവിടെ ഒരു ഹില്ലിൻ്റെ മൗണ്ടൻ്റെ ഒരു ചെറിയ ഡിസൈൻ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഡസ്റ്റർ ഐക്കോണിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ വീണ്ടും ഇത് ലോഞ്ച് എഡീഷൻ ആയതുകൊണ്ടും പച്ച കളർ ആയതുകൊണ്ടും താഴൊരു പ്ലേറ്റിൽ പച്ച കളറും ഈ ഐക്കോണിക്കും ഒരു ഗ്രീൻ എലിമെൻറ്റ്സ് എല്ലായിടത്തും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നേക്കുന്ന ഈ ഒരു ഡസ്റ്റർ ഗ്രീൻ അയക്കുന്നത്, ഇവിടെ ഈ ഒരു കുറച്ച് സ്ട്രൈപ്സ് വന്നേക്കുന്നത്. വാഹനത്തിൻ്റെ കളർ അനുസരിച്ചാണ് ഈ സ്ട്രൈപ്പ് തീരുമാനിക്കുന്നത്. പിന്നെ മേളിലേക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന റൂഫ് കാണാം. ക്രോം എലിമെൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല, ഫുള്ളി ബ്ലാക്ക് ഔട്ട് തന്നെയാണ്. ഇവിടെ വന്നേക്കുന്ന ഈ ഒരു ചുറ്റും ഫുൾ ബ്ലാക്ക് ആയതിൻ്റെ ഒരു ഗുണം എന്തായാലും ഉണ്ട്. മിറേഴ്സ് ആണെങ്കിൽ എല്ലാത്തിനും നമുക്ക് 360 ക്യാമറേൻ്റെ ക്യാമറ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരുമ്പോൾ നല്ല സ്ലിം ആയിട്ടുള്ളൊരു ഫ്യൂൽ ക്യാപ്പാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഡസ്റ്ററിന് വെച്ച് വലുതായിരുന്നു. ഇതിപ്പോൾ ഈ പാനലിന് കൊള്ളുന്ന രീതിയിൽ കുറച്ചുകൂടി സ്ലിം ആക്കി. ലുക്സ് വെരി നൈസ്. ആൻഡ് മേളിൽ വന്നിരിക്കുന്ന റൂഫ് റെയിൽ വാഹനത്തിന് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. വേൾഡ് വൈഡ് മാർക്കറ്റിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ്. അതിന് വേണ്ടി ഹൈറ്റും കൂട്ടിയിട്ടുണ്ട്, കാരണം സൺറൂഫ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റെയർ ഡോർ ഹാൻഡിൽ ഇപ്പോൾ സി പില്ലറിലേക്ക് കയറിയിരിക്കുന്നു, അതോടെ കാണാൻ പറ്റും. ഇറ്റ്സ് എ നൈസ് ഡിസൈൻ ഫീച്ചർ, ഐ ഡോണ്ട് നോ. പിന്നെ നേരത്തെ ഡസ്റ്ററിൻ്റെ ഒരു ഹിപ്പ് തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, ഡസ്റ്റർ ഓടിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇറ്റ് സ്റ്റിക്സ് ഔട്ട് സോ മച്ച്. ഇപ്പോഴും ആ ഒരു ഹിപ്പ് ഫോർമേഷൻ ഉണ്ടെങ്കിലും കുറച്ചുകൂടി സ്ലീക്ക് ആക്കിയിട്ട് ഒന്ന് ബോഡിക്ക് മാച്ച് ആവുന്ന രീതിയിലായിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ റെയർ വ്യൂ മിററിൽ കൂടെ നോക്കുമ്പോൾ ഒന്ന് വൃത്തിക്കിരിക്കുന്നുണ്ട്. ഇനി പിൻവശത്തേക്ക് നോക്കുകയാണെങ്കിൽ മുകളിലാണ് നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിന കാണുന്നത്. തൊട്ടതായ നമുക്കൊരു റൂഫ് സ്പോയിലർ കാണാൻ പറ്റും. പിന്നെ വാഷർ ഫ്ലൂയിഡിനുള്ളതും ബ്രേക്ക് ലാമ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീഫോഗർ വരുന്നുണ്ട്, ഇവിടെയാണ് വൈപ്പർ വരുന്നത്. പിന്നെ ഇത് ഇന്ത്യക്കായിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്ന കണക്റ്റഡ് ടൈലായിട്ട്. പുറത്തേക്കൊന്നും ഈ ട്രെൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര അവർ ശ്രദ്ധിച്ചിട്ടില്ല. ബട്ട് ഇന്ത്യയുടെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് അവരൊരു കണക്റ്റഡ് ടൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് റിവേഴ്സ് ലൈറ്റ് വരുന്നത്. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഡസ്റ്ററിൻ്റെ ലോഗോ ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടർബോ എന്നുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്.
ഇനി ബമ്പറിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ചങ്കി ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ബമ്പറാണ്. ഡിസൈനോട് ചേരുന്ന ടൈപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 580 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ട്രേ വരെ നമ്മൾ റൂഫ് വരെ നോക്കുകയാണെങ്കിൽ 700 ലിറ്റേഴ്സ് കപ്പാസിറ്റിയാണ് ബൂട്ടിനുള്ളത്. അതായത് അത്യാവശ്യം നമുക്കൊരു വീക്കെൻഡ് മാത്രമല്ല വേണമെങ്കിൽ വീക്ക് ഡേയ്സും കൂടെ എക്സ്റ്റെൻഡ് ആയി പോകുന്ന ട്രിപ്പിലേക്കുള്ള ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കൂടാണ്ട് ഫീച്ചർ ഇസ് കിങ് ഇൻ ദിസ് സെഗ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ പവർ ടീൽഗേറ്റാണ് ഡസ്റ്ററിൽ വന്നേക്കുന്നത്. ഇത്രയും സ്റ്റോറേജ് സ്പേസ് പോരെങ്കിൽ നമുക്ക് റൂഫ് റാക്കും കൂടി ഉണ്ട്. റൂഫ് 50 കിലോഗ്രാംസ് വരെ വെയിറ്റ് ലോഡ് ബാരിങ് കപ്പാസിറ്റി ഉള്ള റൂഫ് പാലസ് വന്നിരിക്കുന്നത് ഫങ്ഷണൽ റൂഫ് പാലസ്. പക്ഷേ ഡിസൈൻ എനിക്കെന്തോ കുറച്ച് ഓവറായ പോലെ ഫീൽ ചെയ്തു. കുറേ ഭയങ്കര ബിസിയാണ്. ഒരുപാട് എലിമെൻറ്റ്സ് വന്നേക്കുന്ന ഈ ഡസ്റ്റർ എന്നുള്ള എഴുത്ത്, താഴെ വന്നേക്കുന്ന ഈ വെൻസ്, ഈ കളേഴ്സ് എല്ലാം കൂടെ ഒരുപാട് ബിസി ആൻഡ് ഇറ്റ്സ് ടു ഐ ഡോണ്ട് നോ കറക്റ്റ് ഒരു ഡിറക്ഷൻ കിട്ടാത്ത പോലെ. പക്ഷേ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ കാണുന്ന വെൻസും കാര്യങ്ങളൊക്കെ ഫങ്ഷനിലാണ്. അതുപോലെ തന്നെ ഈ കൊടുത്ത മസ്കുലർ ബിറ്റൊക്കെ ആ ഒരു റഗ്ഗഡ് SUV എന്ന സാധനം നിലനിർത്തുന്നുണ്ട്. ഓക്കെ, നൗ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വീൽസ് ഇഷ്ടപ്പെട്ടു. പിന്നെ അത്യാവശ്യം നല്ല വീതിയുള്ള ടയേഴ്സ് തന്നെയാണ്. സൈഡിൽ വന്നിരിക്കുന്ന ക്ലാഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിൽ പ്രൊഫൈലിങ് നേരത്തെ ഡസ്റ്ററുള്ള ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ആ പില്ലറിൽ കൊടുത്തേക്കുന്ന ഡോർ ഹാൻഡിൽസ് നോട്ട് ഗുഡ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്യൂവൽ ക്യാപ്പിൻ്റെ സൈസ് ചെറുതായതും. അത് ഞാൻ അഗ്രി ചെയ്യാണ്. ആ ഡോർ ഹാൻഡിൽസ് എനിക്കും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറല്ല. ബട്ട് ഒന്ന് ആലോചിക്കുമ്പോൾ പഴയ ഡസ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ടോൺ ഡൗൺ ആയിട്ടുള്ള കുറച്ചും കൂടി ഒന്ന് ഡീസൻ്റ് ആയ പോലെ ഉണ്ട്. ബാക്കിൽ നോക്കുകയാണെങ്കിലും ഫ്രണ്ടിലത്തെ അതേ അഭിപ്രായം. എനിക്ക് ഭയങ്കര ബിസി ആയിപ്പോയി. ഒരുപാട് ഡീറ്റെയിൽസ് വന്നേക്കുന്നു. ആ കണക്റ്റിംഗ് DRLs ഓക്കെ, പക്ഷേ ടെയിൽ ലൈറ്റിൻ്റെ ഡിസൈൻ ഭയങ്കര ഓവറാണ്. സൈഡിൽ വന്നേക്കുന്ന 3 സ്ട്രൈപ്പ് ഓവറാണ്. താഴെ വന്നേക്കുന്ന ക്ലാഡിങ്ങും എല്ലാം കൊണ്ട് ഓവർ. ഡസ്റ്ററിന് എല്ലായിടത്തും വന്നേക്കുന്നു. ഇത്ര വേണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒരു തരത്തിൽ അംഗീകരിക്കുന്നുണ്ട്. ഒരുപാട് പ്ലാസ്റ്റിക് എലമെൻറ്റ്സ് വന്നു. അതിന് കുറച്ച് കഴിയുമ്പോൾ ഫെയ്ഡിങ് വരാം. പിന്നെ പ്ലാസ്റ്റിക്കാണ് തോന്നുന്നുണ്ട്. അതുപോലെ ഒരു എക്സോസ്റ്റ് പൈപ്പിനുള്ള ഇതൊന്നും കൊടുത്തിട്ടില്ല, എവിടെയും പ്രൊവിഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പവർ ടെയിൽഗേറ്റ് ആണ്, ഫീച്ചർ റിച്ച് ആണ്. അതുപോലെ തന്നെ ഈ സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ബൂട്ട് സ്പേസും കൊടുക്കുന്നുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത് നല്ല വൈഡ് ഓപ്പണിംഗ് ഡോസാണ്. പക്ഷേ ഇവിടെ സില്ല് കുറച്ച് താഴേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നതുകൊണ്ട് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും കാഫ് എന്തായാലും തട്ടും. അതുപോലെ തന്നെ ഫുൾ ചളിയാവുകയും ചെയ്യും. ഇൻറ്റീരിയേഴ്സിൽ കയറി കഴിഞ്ഞാൽ പഴയ ഡസ്റ്ററായിട്ട് ഒരു ബന്ധവുമില്ല. ഫുള്ളി റീഡിസൈൻഡാണ്. ഇറ്റ്സ് വെരി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റിന് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് ഒരു സ്ക്വയർഡായിട്ടുള്ള സ്റ്റിയറിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഫുൾ കൺട്രോൾസ് വന്നേക്കുന്നു. അത്യാവശ്യം നല്ല ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള നല്ല ഒരു ടാക്ടൈൽ ഫീലുള്ള ബട്ടൺസാണ് വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി ബട്ടൺസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് ആകെ മൊത്തം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. ഹോൺ ആണെങ്കിലും ഡിസൈനും കൊള്ളാം. ബാക്കിൽ വന്നേക്കുന്ന ഈ സ്വിച്ച് ഗിയറും ഹൈ ക്വാളിറ്റി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു സോഫ്റ്റർ ഫീലാണ് വരുന്നത്. അത് നമുക്ക് ഉപയോഗിക്കുമ്പോഴാണ് മനസ്സിലാവുക. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്, എർഗണോമിക്കലി പ്ലേസ്ഡ് ആണ്. അതുപോലെ തന്നെ റെനോസിൻ്റെ ഒരു മെയിൻ പോയിൻ്റ് ആയിരുന്നു ഇവിടെ വന്നേക്കുന്ന മ്യൂസിക് കൺട്രോൾസും പിന്നെ കോള് അറ്റൻഡ് ചെയ്യാനുള്ളൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു പീസ് നിൽക്കുന്നത്. അതൊന്ന് പുതുക്കിയിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ ദ യൂട്ടിലിറ്റി റിമെയിൻസ് ദ സെയിം. ഗ്രേറ്റ്. ഒരു 10.25 ഇഞ്ചിൻ്റെ ക്ലസ്റ്റർ സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും. 10.1 ഇഞ്ചിൻ്റെയാണ് ഇൻഫോടൈൻമെൻറ്റ് വന്നേക്കുന്നത്. മേളിൽ ഫിസിക്കലായിട്ടുള്ള പവർ സ്വിച്ചും വോളിയം സ്വിച്ചും നമുക്ക് കാണാൻ പറ്റും. അടിപൊളി. അതുപോലെ തന്നെ താഴെ കഴിഞ്ഞാൽ ഫിസിക്കൽ AC കൺട്രോൾസ് ആണ്. അടിപൊളി. ഹസാർഡിൻ്റെ ബട്ടണ്, ലോക്കിൻ്റെ ബട്ടണ്. ഇത് പിന്നെ നമുക്ക് PM 2.5 എയർ ഫിൽറ്റർ വരുന്നുണ്ട്. അതില്ലാണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കില്ലാനുള്ള അവസ്ഥയായി. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഫുൾ ഒന്ന് സ്ലീക്കായിട്ടുണ്ട്. AC ആണെങ്കിലും എല്ലാം ഡിസൈൻ ആകെ മൊത്തം സ്ലീക്കായി. അതുപോലെ തന്നെ ഇൻഫോടൈൻമെൻറ്റും ACയും ഈ കൺട്രോൾസും ഡ്രൈവർ സെൻട്രിക് ആയിട്ടുണ്ട്. ഡസ്റ്റർ എന്നും ഒരു ഡ്രൈവർ സെൻട്രിക് കാറാണ്. ഒരു ഡ്രൈവേഴ്സിന് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടൊരു കാറാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ വാഹനം കുറച്ചുകൂടി ഡ്രൈവർ സെൻട്രിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ്. ഇവിടെ ഒരു മൊബൈൽ ഹോൾഡർ കാണാൻ പറ്റും. ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ്, 2 Type-C ചാർജിങ് പോർട്ട്സ് വന്നിരിക്കുന്നു. 12 വോൾട്ടിന് സോക്കറ്റ് ഇവിടെ കാണാം. നമുക്കിവിടെ വയർലെസ് ചാർജിങ് പാഡ് ഓണും ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് നമുക്ക് കാണാൻ പറ്റും. ഗിയർ ലിവർ വന്നേക്കുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ചെറിയ സ്റ്റോറേജ് സ്പേസ് ഇവിടെ, 2 കപ്പ് ഹോൾഡേഴ്സ്, പിന്നെ ഫോൺ വെക്കാനുള്ള സ്ഥലം. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഫോണൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വലിയ കുപ്പികളൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല. ഇതാണ് താക്കോല് പോലും നമുക്ക് വെക്കുമ്പോൾ നമ്മൾ താക്കോല് വെക്കുന്ന സ്ഥലമാണ്. പക്ഷേ താക്കോലും വെക്കാനുള്ള സ്ഥലമല്ല അത്. താക്കോല് ഇവിടെയും കയറില്ല. ഈ വൃത്തികെട്ട താക്കോല് പിന്നെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താക്കോല് വെക്കാനുള്ള പോയിന്റ് ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് ഓൾ റോങ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഗ്ലൗ ബോക്സ് ആണ്. ഗ്ലൗ ബോക്സ് ചെറുതാണ്, പക്ഷേ ഇത് വന്നതിൻ്റെ ഒരു എഡിഷൻ ഗ്രേറ്റ്. ഇറ്റ്സ് വെരി ഗുഡ്. കാർബൺ ഫൈബർ ഫിനിഷ് നമുക്കിവിടെ ഡാഷിൽ കാണാൻ പറ്റും. പ്ലാസ്റ്റിക് ആണ് സംഭവം, പക്ഷേ കാർബൺ ഫൈബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. താഴത്തൊരു അലുമിനിയം ഫിനിഷ് കൊടുത്തേക്കുന്നു. ആകെ മൊത്തം ഈ ഒരു സ്പേസ് അതുകൊണ്ട് നല്ല അപ്പ് മാർക്കറ്റ് ആയിട്ടുണ്ട്. പ്രീമിയം ഫിനിഷാണ് വന്നേക്കുന്നത്.
ഈ ഒരു ഗ്രീൻ സ്റ്റിച്ചിങ് വന്നേക്കുന്നത് ഇപ്പോൾ ലോഞ്ച് എഡിഷൻ വന്നേക്കുന്നത്, അല്ലെങ്കിൽ വൈറ്റ് കളറായിരിക്കും വരിക. ഇവിടെ ഒരു ഡസ്റ്റർ എന്നുള്ള എഴുത്ത് കാണാം. ഗ്ലൗ ബോക്സ് അത്യാവശ്യം സ്പേസ് ഉണ്ട്, പക്ഷേ പ്രോപ്പറായിട്ടുള്ളൊരു സ്പേസ് യൂട്ടിലൈസേഷനിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫുള്ളി യൂസബിൾ അല്ല. സീറ്റ് അത്യാവശ്യം നല്ല വൈഡാണ്, അത്യാവശ്യം നല്ല എർഗണോമിക് ആണ്. നമുക്കിവിടെ നല്ല ബോൾസസൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് നല്ല സപ്പോർട്ടീവാണ്. ലംബാർ അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള 2 സീറ്റും വന്നേക്കുന്നത്. 2 സീറ്റ് അതുപോലെ തന്നെ വെൻറ്റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ 8 വേ പവറാണ്. നമുക്ക് സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിങ്ങും ഇപ്പോൾ റേക്കും ടെലിസ്കോപ്പിക്കും ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിളാണ്. ഇത് സെക്കൻഡ് ഗ്രേഡ്. ഇനി സ്പേസാണ്. സ്റ്റോറേജ് സ്പേസ് നമുക്ക് കണക്കൂട്ടി നോക്കുമ്പോൾ കുറവാണ്, പക്ഷേ ഡോർ പാഡിനകത്ത് ഒരു ലോഡ് സ്പേസ് ഉണ്ട്. അതിനകത്ത് വെക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. മേളിൽ സൺറൂഫ് വന്നേക്കുന്നു. സൺറൂഫിൻ്റെ കൺട്രോൾസാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ പാസഞ്ചർ എയർ ബാഗിന് സ്വിച്ച് ഒക്കെ കാണാൻ പറ്റും. ഈ റെയർ മിറർ വരെ ഇപ്പോൾ ബെസൽലെസ് ആയിട്ടുള്ള ആൻറ്റി റിഫ്ലക്റ്റീവ് റെയർ മിറേഴ്സാണ് വന്നേക്കുന്നത്. ഓൾ ദി ഫീച്ചേഴ്സ് എല്ലാം കൂടി നല്ല നല്ല എഡിഷൻസാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സീറ്റ് നോക്കാം. ഇനി പിൻഭാഗത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ ഡോർ ഓപ്പണിംഗ് അത്ര വൈഡല്ല എന്നുള്ളൊരു ഫീലുണ്ട്. അതുപോലെ തന്നെ നീ റൂമും ഒരുപാടൊന്നുമില്ല, ബട്ട് വെരി ഡീസൻ്റ് ആയിട്ടുള്ള നീ റൂമാണ്. ഇനി നോക്കുകയാണെങ്കിൽ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള ലെതറായിട്ടും ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം തന്നെയാണ്. പിന്നെ അതേപോലെ ചെറിയ AC വെൻസ് കൊടുത്തിട്ടുണ്ട്, 2 Type-C ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ മാഗസിൻ ഹോൾഡറും, ഇവിടെ ഒരു മാഗസിൻ ഹോൾഡർ കൂടാതെ 2 ഫോൺ വെക്കാനുള്ള സെപ്പറേറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സീറ്റ്സ് ആർ വെരി നൈസ്, വൈഡൊക്കെ തന്നെയാണ്. ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 ബോട്ടിൽ ഹോൾഡറും ഒരു ഫോണിൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 3 പേർക്ക് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിൻവശത്തെ പാസഞ്ചേഴ്സിനും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് ഫീച്ചേഴ്സൊക്കെ മിസ്സിംഗ് ആണ്. ഈ ബ്രഷ്ഡ് സാധനമൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ സ്റ്റോറേജ് സ്പേസൊക്കെ ഫ്രണ്ടത്തെ പോലെ തന്നെ പ്ലെൻറ്റി ഓഫ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ദ മിസ്സിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ബാക്കിൽ നിങ്ങൾ വല്ല ജിങ്കായിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ നാട്ടുകാർ കാണും. പക്ഷേ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾ 4 വിൻഡോസ് 1 ടച്ച് ആണ്, അതും ഫ്രം ദ ബേസ് മോഡൽ ഇറ്റ് സെൽഫ്. പിന്നെ ഈ കാണുന്ന ലൈറ്റ്സും ടച്ച് കൺട്രോൾഡാണ്. ഇപ്പോൾ ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് അത് ഓഫ് ആവുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റീരിയർ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞേക്കുന്ന പല പല ടെക്സ്ചേഴ്സ്, ഇവിടെ വന്നേക്കുന്ന ലെതർ ഫിനിഷാണ് സ്റ്റിയറിങ്ങിന്. ഉള്ളിൽ പക്ഷേ ഗ്ലോസി വന്നേക്കുന്നു, നടുക്കുന്ന ടെക്സ്ചർ വേറെയാണ്. അതുപോലെ തന്നെ ഡാഷ് ബോർഡിൽ കാർബൺ ഫൈബർ വന്നേക്കുന്നു, ബ്രഷ്ഡ് അലുമിനിയം വന്നേക്കുന്നു, ലെതററ്റ് വന്നേക്കുന്നു, മേൽ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഇത്രയധികം ടെക്സ്ചേഴ്സിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടെങ്കിലും ആകെ മൊത്തം ഡിസൈനും ഫിറ്റ് ആൻഡ് ഫിനിഷും ഒക്കെ നന്നായിട്ടുണ്ട്. നിപ്പിക്ക് ഇത് പറയാനാണെങ്കിൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തേക്കുന്ന ക്വാളിറ്റി അത്ര ഹൈ അല്ല, പക്ഷേ ഇറ്റ് ലുക്സ് നൈസ്, ഇറ്റ് പെർഫോംസ് വെൽ. എന്റെ അഭിപ്രായത്തിലും സെയിം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല ഡ്രൈവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കോക്പിറ്റാണ്. ആ ഒരു നമ്മൾ പഴയ BMW കാണുന്ന പോലെ ഈ സ്ക്രീനൊക്കെ നമ്മുടെ ഫേസ് ചെയ്തിട്ടാണ്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്. ഈ സെഗ്മെന്റിൽ തന്നെ കിട്ടാത്തൊരു സാധനമാണ്. ഒരു ഹൈടെക് തലവേദനയാണ് വീട്ടിലുള്ള വണ്ടി. എല്ലാവരും ഇപ്പൊ ഈ ബട്ടൺസ് ഒഴിവാക്കിയിട്ട് ഇതിനകത്ത് കയറിയിട്ടൊരു ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതെ, കറക്റ്റ് പറയാച്ച നമ്മുടെ ഇപ്പോൾ ഈ സെഗ്മെന്റിലെ G-Shock ഇത്. കാരണം ഇൻഡിവിജ്വൽ ബട്ടൺസ് വന്നേക്കുന്നു, കാർബൺ ഫൈബർ, റഗഡ് ആണ്, ബൾജി ആണ്. അതിന്റെ ക്യാരക്ടറായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഒരു ഡസ്റ്ററിലൊക്കെ നമ്മൾ ഒരിക്കലും അതിനൊക്കെ ഒരുപാട് ടച്ച് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫിനിക്കി ആക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഇത് മതി. യൂട്ടിലിറ്റേറിയൻ ആസ്പെക്ട് കൂടി ഉണ്ട്. ഒരു SUV ആണ് ആഫ്റ്റർ ഓൾ. പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മോശം തോന്നിയിട്ടുള്ളത്, ഇപ്പൊ നേരത്തെ ഈ കീ നമ്മൾക്ക് ഇത് വെക്കാനുള്ള സ്ഥലം മാനുവൽ എന്തായാലും ഇല്ല. ഇവിടെ ഒരു ചെറിയൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, അതിൽ കീ കൊള്ളില്ല. കബി ഹോൾഡേഴ്സ് തീരെ ഡീപ്പല്ല, അതിൽ കൊള്ളില്ല. അവിടെ ഒരു ഫോൺ വെക്കാണ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, അതിൽ ഫോണും കൊള്ളൂല. പിന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ മാറ്റുണ്ട്. ഇവിടെ ഒരു വലിയൊരു കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിന്റെ അകത്തേക്ക് വെക്കാൻ സ്ഥലമുണ്ട്. പക്ഷെ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് മിസ് ഔട്ട് ചെയ്തു. എനിക്ക് ഗിയർ നോബിന്റെ ഫിനിഷ് ഇഷ്ടപ്പെട്ടില്ല, തീരെ സുഖമില്ല പിടിക്കാനായിട്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടന്റെ നേരത്തെ ഉണ്ടായിരുന്ന മാഗ്നറ്റിലൊക്കെ ഉള്ള ബട്ടൺ തന്നെയാണ്, പക്ഷെ അത് എനിക്ക് ഒരു ഭംഗിയില്ല കാണാൻ. ബേസിക്കലി ഇത്ര കുറച്ചും കൂടി ഒരു പ്രീമിയം വെഹിക്കിളാണ്, അപ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയംനെസ് അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരാമായിരുന്നു. അതെ, പിന്നെ കുറച്ച് കാര്യങ്ങൾ ഫീച്ചേഴ്സ് അവർ മിസ് ഔട്ട് ചെയ്തിട്ടുള്ളത് റിയറിലാണ്. ഒരു റിയർ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല പറഞ്ഞാൽ. പിന്നെ 1 ടച്ച് ഡൗൺ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ബേസ് മോഡൽ മുതൽ തന്നെ, അത് വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ്. യെസ്, പിന്നെ സൺറൂഫ് ആണെങ്കിലും ആകെ മൊത്തം ഇന്റീരിയേഴ്സിന് വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് നൗ ഇറ്റ് ഇസ് അപ് ടു ദ മാർക്ക്. ഡസ്റ്ററിൽ നമ്മൾ ഇത്രയും ഫീച്ചേഴ്സ് പ്രതീക്ഷിക്കില്ല. സൺബ്ലൈൻഡ് കൂടി വന്ന സെറ്റാണ്, അത് സൺലൈൻ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ആകെ മൊത്തം ഇന്റീരിയേഴ്സ് വന്നിരിക്കുന്ന ഫീച്ചേഴ്സും മറ്റേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ് ഇസ് ആക്ച്വലി ഗുഡ്. നമ്മൾ ഈ ഡ്രൈവിന്റെ ഇടയിൽ ഒരു ഗ്ലിച്ച് ഫേസ് ചെയ്തു. നമുക്ക് കുറച്ച് നേരമായിട്ട് 360 ക്യാമറ കംപ്ലീറ്റ് ഔട്ട് ആയിരുന്നു. അത് ഞങ്ങൾ പല പണി നോക്കി, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ഓഫ് ചെയ്ത് നോക്കി എന്നിട്ടൊന്നും അത് വരുന്നില്ലായിരുന്നു. അപ്പൊ 360 ക്യാമറ അവിടെ ഒരു വിജറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാനും പറ്റാതെ ഒരു ഗ്ലിച്ചായി. അപ്പൊ മാപ്പിന്റെ മുന്നിലായിട്ടാണ് നിൽക്കുക, അത് മാറി പോകുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ പിന്നെ മെയിൻ കൺസോളിൽ മാപ്പിന്റെ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, അതായത് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി ഇവിടേക്കും വരുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. അറിയാത്തൊരു നാട്ടില്
സൂപ്പർ ഫീച്ചറാണ്, വെരി നൈസ്, വെരി നൈസ്. ആകെ മൊത്തം പിന്നെ ക്ലാരിറ്റി വന്നേക്കുന്ന ഇൻഫോർടൈൻമെൻറ്റിനാണെങ്കിലും ഈ ക്ലസ്റ്ററിനാണെങ്കിലും ക്ലാരിറ്റി ഈസ് വെരി നൈസ്. ഇപ്പോഴത്തെ എല്ലാ വാഹനങ്ങളിലും ഞാൻ ശ്രദ്ധിക്കുന്നതാണ് പാനൽസിൻ്റെയും സ്ക്രീൻ ടെക്നോളജിയൊക്കെ എവിടെ എത്തിപ്പോയിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ കാറുകളിലേക്കും വരുന്നു. ബേസിക്കലി ഇപ്പോൾ കാറിൻ്റെ അകത്തെ ഇൻഫോർടൈൻമെൻറ്റ് ഒരു മിനി ടാബ്ലറ്റ് ആയി മാറിയിട്ടുണ്ട്. കാരണം അത്യാവശ്യം പ്രോസസ്സിംഗ് പവറും ഫീച്ചേഴ്സൊക്കെ ആയിട്ടൊരു ടാബ്ലറ്റ്, വൈഫൈ, ബ്ലൂടൂത്ത് എല്ലാം ഉണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്. അതൊക്കെയായിരുന്നു ഒപ്പീനിയൻസ്. നോട്ട് ദ ബിഗ്ഗസ്റ്റ് ഇൻഫോർടൈൻമെന്റ് പക്ഷേ ഡസ് ദ ജോബ് വെരി വെൽ. ക്യാമറയും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ക്യാമറ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തു, 360 ക്യാമറ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് HD ക്ലാരിറ്റി ഒന്നുമല്ല, ഇത്ര ദൃശ്യമികവോടെ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ബട്ട് ഓക്കെ, ഇനി നമുക്ക് ഈ റിവ്യൂവിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് കിടക്കാം, ഇതിന്റെ ഡ്രൈവബിലിറ്റി കിടക്കുന്നതിനൊക്കെ മുന്നേ എന്തുകൊണ്ട് ഈ വാഹനം ഇത്ര ഒരു കൾട്ട് ക്ലാസിക് ആയി എന്നുള്ളൊരു കാര്യമാണ്. ശരിക്കും നിഹാൽ അവന്റെ വീട്ടിലുണ്ടായിരുന്നു പ്രീവിയസ് ജനറേഷൻ ഡസ്റ്റർ, അവൻ തന്നെ പറയട്ടെ. ഇതിന്റെ മെയിൻ ആയിട്ട് യൂസബിലിറ്റി, അതിന്റെ ഈസബിലിറ്റി അങ്ങനെയൊക്കെ പറയുന്ന സംഭവത്തിലേക്ക് വേണമെങ്കിൽ പറയാം. റിലയബിൾ ആയിരുന്നു വാഹനം. പിന്നെ ഈ മാച്ചോ ഫീലും ഈ ഒരു സെഗ്മെന്റ് തന്നെ തുടക്കം വെച്ചത് ഈ ഒരു ഡസ്റ്റർ തന്നെ. നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു മാച്ചോ SUV, ഇങ്ങനത്തെ ഒരു ഷേപ്പ് കാര്യങ്ങള് SUV എന്നൊരു കാറ്റഗറിയിലേക്ക് ആളുകളെ ആകർഷിച്ചു കൊണ്ടുവന്നത് ശരിക്കും പറയാ സാധാരണക്കാരെ ആകർഷിച്ചു കൊണ്ടുവന്നത് പറഞ്ഞു വരണമെങ്കിൽ ശരിക്കും ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സ്കോർപിയോ ഒക്കെ ആയിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടെ ജനകീയമായത് അത് ലാഡർ ഫ്രെയിം ആയിരുന്നു. ഇതാകുമ്പോൾ മോണോക്കോക്കാണ്. ആൾക്കാർക്ക് സസ്പെൻഷൻ മെയിൻ ആയിട്ട് എടുത്തു പറയുമ്പോൾ കാർ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു SUV ആളുകളിലേക്ക് എത്തിയത് ശരിക്കും ഈ വാഹനത്തിലൂടെയാണ്. പക്ഷെ അതിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിൽ ഡീസൽ ഉണ്ടായിരുന്നു, ഓൾ വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന മറ്റേ റിലയബിലിറ്റിയും യൂസബിലിറ്റി, ഡ്രൈവബിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും അതൊക്കെ ഓവർ ദ ടൈം ആളുകൾ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടു വന്നിട്ടില്ല. അതിലേക്ക് ഈ വാഹനം എത്തുന്നുള്ളത് നമുക്ക് എന്തായാലും ടൈം വിൽ ഓൺലി ടെൽ. മെയിനായിട്ട് അതിന്റെ ഈ യൂസബിലിറ്റി എത്രത്തോളം റിലയബിൾ ആണെന്നുള്ള കാര്യം, എത്രത്തോളം നമുക്ക് വണ്ടി ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ നമുക്ക് വരുന്ന കാര്യമുള്ളൂ. പിന്നെ നേരത്തെ വാഹനത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനില്ല. ചെറുതായാലും തീ പിടിക്കായിരുന്നു എന്റെ ഫാമിലി വാഹനം അങ്ങനെ തന്നെ തീ പിടിച്ചു പോയിട്ടുള്ളത്. ഉള്ളിലത്തെ വിഷമങ്ങളാണ് ഈ പുറത്തോട്ട് വരുന്നത്. പക്ഷെ നമുക്കത് റിപ്പയറിംഗ് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന മിസ്റ്റേക്ക് ആണെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. കാരണം അതിലൊരു ഫയർ വേൾ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ ഓവർ ദ ടൈം അത് ലൂസായി വന്ന് ഹീറ്റായി ഫിറ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ തീ പിടിക്കായിരുന്നു. ഒബ്വിയസ്ലി ഇതൊരു പുതിയ പ്ലാറ്റ്ഫോം ആണ്, അപ്പൊ ആ ഒരു പ്രശ്നം ഇതിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതെ, ഇത് RGMP എന്ന് പറയുന്ന റെനോ ഗ്രൂപ്പ് മോഡുലർ പ്ലാറ്റ്ഫോം ആണല്ലോ വരുന്നത്. പക്ഷെ ഇത് ഭയങ്കര മോഡുലാർ ആണ്, അതാണ് ഇതിന് ഭയങ്കര ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ഇവരുടെ അടുത്തിറങ്ങാൻ പോകുന്ന 2 വാഹനമുണ്ട്. ഒന്ന് 7 സീറ്റർ SUV ആണ്, ഒന്നൊരു സബ് 4 മീറ്റർ SUV ആണ്. അത് രണ്ടും ഇതേ പ്ലാറ്റ്ഫോമിലാണ് വരാൻ പോകുന്നത്. ഇത് പ്ലാറ്റ്ഫോമിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് അതാ, ഷോർട്ടൻ ചെയ്യാം, ലെങ്തൻ ചെയ്യാം. ഈ സെയിം സാധനം തന്നെ നമുക്ക് വേണമെങ്കിൽ 4 വീൽ ഡ്രൈവ് ആക്കാം, 4 വീൽ ഡ്രൈവ് ഈ പ്ലാറ്റ്ഫോം ആക്കാം, ഐസ് എഞ്ചിൻ വെച്ചാൽ ഇതുപോലെ തന്നെ ഐസ് എഞ്ചിൻ പറ്റും, ഇലക്ട്രിക് ആക്കാൻ പറ്റും. സോ ദിസ് പ്ലാറ്റ്ഫോം ഇസ് വെരി വെരി മോഡുലാർ. രണ്ട് വണ്ടി അവർ ടീസ് ചെയ്തു, ബിഗ്സ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള 7 സീറ്ററും ബിഡ്ജറും. ആ 2 വണ്ടികളായിരുന്നു. ആ 2 വണ്ടികളാണ് വരാൻ പേര് മാറിയേക്കട്ടോ. പക്ഷെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കുറച്ച് എഡിഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മെയിൻ ആയിട്ട് അവര് അതിന് കാരണം നിങ്ങളാണ്. സൺറൂഫിന് വേണ്ടിയിട്ടാണ് അവർ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. വണ്ടി ഹൈറ്റ് ആക്കിയിട്ടുണ്ട്, വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി. പിന്നെ ഈ സാധനം വെറുതെ ആഡ് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ സ്ട്രക്ചറൽ റിജിഡിറ്റി കണക്കാക്കിയിട്ട് വേണം ഈ സൺറൂഫ്, അതും പാനറാമിക് സൺറൂഫാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്ട്രക്ചറൽ റിജിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അവര് പ്ലാറ്റ്ഫോം തൊട്ടേ അവർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഈ സാധനം ആഡ് ചെയ്യാൻ പറ്റിയത്. അതുകൂടാണ്ട് നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിലേക്ക് ഡ്രൈവബിലിറ്റി എന്നൊരു ഫാക്ടർ, അതായത് റെനോ ഡസ്റ്റർ നേരത്തെ ഉണ്ടെന്ന് ഭയങ്കര ഒരു ഡ്രൈവർ ഫ്രണ്ട്ലി കാറായിരുന്നു. ശരിക്കും ഒരു ഡ്രൈവർ ഫോക്കസ്ഡ് കാർ അല്ലായിരുന്നു ഇത്, പക്ഷെ ഭയങ്കര ഡ്രൈവർ ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഓടിച്ചെടുക്കാൻ ഭയങ്കര ഇഷ്ടം. നമ്മുടെ റോഡിൽ അതെ, ഒന്നും അറിയില്ല, സസ്പെൻഷൻ സെറ്റാ. അതിന് വേണ്ടിയിട്ട് അവര് ഈ പ്ലാറ്റ്ഫോമിനകത്ത് 2 എഡിഷൻസ് ആണ് ഇപ്പോ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് കോയിൽ ഓവർ സസ്പെൻഷൻ ബാക്കിൽ വന്നേക്കുന്നു. പിന്നെ അത് കൂടാണ്ട് ഈ സസ്പെൻഷന്റെ ബുഷസ് എല്ലാം സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്, എല്ലാം ഡിഫറെന്റ് ആണ്, വേറെ മെറ്റീരിയലാണ്. പിന്നെ മൂന്നാമത്തെ ഒരു സാധനം വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലത്തെ ആക്സിലിന്റെ അകത്ത് അവരൊരു സൂപ്പർ ടോർഷൻ ബീം എന്നിട്ട് സൂപ്പർ ട്വിസ്റ്റ് ബീം കൊടുത്തിട്ടുണ്ട്. സംഭവം ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഉണ്ടാവുന്ന ആ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഹാർഡ് കോർണറിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് ഒക്കെ ഈ ആക്സിലിന്റെ ഉള്ളിൽ കൂടെ റോഡ് പോകുന്നത് അത് അബ്സോർബ് ചെയ്യും, എന്നിട്ട് അത് മാക്സിമം കുറയ്ക്കും. നമുക്കിപ്പോൾ ശരിക്കും ഈ ഒരു ട്വിസ്റ്റി ഗാർഡ് സെക്ഷനിലാണ് ഓടിക്കുന്നത്, ആ ഫീൽ നമുക്ക് കിട്ടി. അത്രമാത്രം അവരന്ന് ആ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ മാത്രം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ എന്നാലും ഇറ്റ് ഇസ് വെരി നിമ്പിൾ. ടെക്നോളജി നോക്കുകയാണെങ്കിൽ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട്. ആന്റി റോൾ ബാർ ഉണ്ട്, ഫ്രണ്ടിലാണെങ്കിൽ ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ ആണ്, ബാക്കിലാണെങ്കിലും നമ്മളിപ്പോ കണ്ടുവരുന്ന മറ്റേ FDD ഇല്ല, ഫ്രീക്വൻസി ഡാമ്പറിംഗ് ഇല്ല, പക്ഷെ അതിന്റെ തൊട്ട് താഴെയുള്ള എല്ലാ സംഭവങ്ങളും അങ്ങനത്തെ എല്ലാ സാധനങ്ങൾ എറിഞ്ഞിട്ടുണ്ട്.
പക്ഷെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ പഴയ ഡസ്റ്ററിന് അത്രത്തോളം വരുമോ ചിലപ്പോ നമ്മുടെ നൊസ്റ്റാൾജി ആയിരിക്കാം. ആ കാലത്ത് നമ്മൾ ഓടിച്ച വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു വേറെ ലീഗിലായിരുന്നു. ഇന്ന് ഒരുപാട് ടെക്നോളജി മുന്നോട്ട് പോയി കഴിഞ്ഞു. അതുകൊണ്ട് എത്രത്തോളം ഇത് നമുക്ക് വരുന്നുള്ളത് നമുക്ക് ടൈം വിൽ ടെൽ. അതെന്തായാലും നല്ല റൈഡാണ്. പിന്നെ ഒരു വിധം കുണ്ടും കുഴിയൊക്കെ നല്ലോണം എടുക്കുന്നുണ്ട്. ബാഡ് റോഡ്സ് ഒക്കെ ഈസിലി അബ്സോർബ് ചെയ്യുന്നുണ്ട് വണ്ടി. വെരി നൈസ്. അതെന്തായാലും നിങ്ങൾ ആസ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആസ് ഓണേഴ്സ് ആണ് അത് തീരുമാനിക്കാനുള്ളത്, അത് പറയാനുള്ളത്. സോ അതൊക്കെയായിരുന്നു ഇതിന്റെ ഹാൻഡ്ലിംഗ് ആൻഡ് ഈ പുതിയ വന്നേക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച്. ഇനി ഇതിന്റെ സസ്പെൻഷന്റെ ഈ ഒരു റൈഡ് ഹാൻഡ്ലിംഗ് ആണ്. റൈഡ് ഹാൻഡ്ലിംഗ് എന്തായാലും ഈ പറഞ്ഞ പോലെ ട്വിസ്റ്റീസും ഗാർഡ് സെക്ഷൻസും ബാഡ് റോഡ്സ് ഒന്നും കുഴപ്പമില്ല. ഹൈവേസിൽ നമ്മൾ ഹൈ സ്പീഡിൽ പോയപ്പോഴും സ്റ്റേബിൾ ആണ്. ഫുട്ടിങ് നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ ബൗൺസുകൾ ഉണ്ട്, പിന്നെ ചെറിയ ബോഡി റോൾ ഉണ്ട്. അതൊക്കെ ഹൈ സ്പീഡിൽ കയറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ 1-2 സ്ഥലങ്ങളിൽ എനിക്ക് ടോപ്പ് സ്റ്റിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയും പുഷ് ചെയ്യും. ഹാർഡ് ആക്സലറേഷനിൽ, അതായത് നമ്മളിപ്പോൾ ഹൈ സ്പീഡ് കയറാൻ വേണ്ടിയുള്ള ഹാർഡ് ആക്സലറേഷനിൽ അതിൽ ശരിക്കും മറ്റേ ആ ടോപ്പ് സ്റ്റിയർ നമുക്ക് കിട്ടുന്നുണ്ട് സ്റ്റിയറിംഗിലേക്ക്. അല്ലാണ്ട് ടോപ്പ് സ്റ്റിയറിംഗ് നമുക്ക് അതുപോലെ മറ്റൊരു ദൂഷ്യവശം നോക്കുകയാണെങ്കിൽ ഇതിന്റെ നമ്മൾ സ്പീഡ് കയറുന്നതനുസരിച്ച് സ്റ്റിയറിംഗ് ആണ് വെയ്യപ്പ് ചെയ്യുന്നില്ല, അതുകൊണ്ട് വെയിറ്റ് കൂടുന്നില്ല. അപ്പൊ ആ ഒരു ബാക്കി വണ്ടികളിലൊക്കെ ഉള്ള ആ ഒരു ഫീൽ കുറച്ച് കുറവാണ്. പക്ഷെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 കസ്റ്റമൈസബിൾ. അതെ, സ്റ്റിയറിംഗിനകത്ത് ഒരു BLDC മോട്ടറാണ് കൊടുത്തേക്കുന്നത്. ആ BLDC മോട്ടർ ഉപയോഗിച്ചിട്ടാണ് അവര് ഒന്നില്ലെങ്കിൽ ലോ കുറവ് ഫീഡ്ബാക്ക് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ഹൈ ഫീഡ്ബാക്ക് കിട്ടുന്ന പോലെ, അതായത് ഒന്ന് ടൈറ്റ് ആക്കാം അല്ലെങ്കിൽ ഒന്ന് ലൂസ് ചെയ്യാം. അത് നല്ലൊരു തന്നെയാണ്. അപ്പൊ നമുക്ക് ട്വിസ്റ്റീസിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷീണം പിടിക്കാണ്ട് നമുക്ക് സ്റ്റിയറിംഗിന്റെ ഒന്ന് എഫേർട്ട് കുറച്ചിട്ട് നമുക്ക് ഓടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഹൈവേയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ലോ ഇഷ്ടമായത്. എനിക്ക് കുറച്ചും കൂടെ പ്രായമായിട്ട് തന്തമായ ഭയം അധികമേ ചിന്തിക്കാൻ വയ്യ. ഇനി നെക്സ്റ്റ് പാർട്ട് സീറ്റ്സ് വെരി കംഫർട്ടബിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റാണ്. അതുകൊണ്ട് ഭയങ്കര നമ്മൾ ഹഗ് ചെയ്യുന്ന പോലെ തോന്നില്ല. ബട്ട് നല്ല പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സീറ്റാണ്. പിന്നെ വെന്റിലേഷന്റെ ബട്ടൺ ഒന്നും കാണുന്ന സ്ഥലത്ത് കൊടുക്കുക. ഇത് നോക്കണം എത്രയിലാ കിടക്കണേ, നമുക്ക് കണ്ണിൽ കാണുന്ന സ്ഥലത്തല്ല. അത് ശരിയാ, ഏത് സെറ്റിംഗിലാ കിടക്കുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമുക്ക് അറിയാൻ പറ്റും. ഓൺ ആക്കാൻ പ്രത്യേകിച്ച് സപ്പോർട്ട് ബാക്കിലാണ് ഫ്രണ്ടിലാണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ട്, അന്നത്തെ സപ്പോർട്ടൊക്കെ. സീറ്റ്സ് കാര്യത്തിലും വെരി നൈസ്. പിന്നെ ഡ്രൈവിംഗ് എർഗണോമിക്സ് അതും നല്ലതാണ്. കാരണം സീറ്റ് അത്യാവശ്യം നല്ല താഴേക്ക് ഇറങ്ങുന്നത് കൊണ്ട് വണ്ടിക്ക് അകത്തിരുന്ന് ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. വണ്ടിയുടെ മേളിൽ കയറിയിരുന്ന് ഓടിക്കുന്ന ഒരു ഫീൽ അല്ല. അതൊരു ഡെഫിനറ്റ് ഒരു ഡിഫറെന്റ് ഒരു പെർസ്പെക്റ്റീവ്. അത് നല്ലൊരു ഫീലാണ്. അത് കുറെ വണ്ടി ഓടിച്ച് കിട്ടുന്ന ഒരു തരം ചെറിയ സാധനമാണെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരു ചെറിയ സാധനം. ദാറ്റ് ഇസ് ഗുഡ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിന് റേക്ക് ആൻഡ് ടെലിസ്കോപ്പിക് വന്നിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ഡ്രൈവിംഗ് പൊസിഷനിലേക്ക് എത്തിക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. ഈ സെഗ്മെന്റിൽ അത് പ്രതീക്ഷിക്കാൻ പാടില്ല. പാസഞ്ചർക്കും ഡ്രൈവർക്കും പവർ സീറ്റ് കിട്ടി തന്നെ വലിയ കാര്യം. പിന്നെ യാൻഡസ്റ്റ് മുന്നത്തെ ജനറേഷനിൽ ഇല്ലായിരുന്നു. അത് എപ്പോഴും ഒരു മിസ്സിംഗ് ആയിരുന്നു. പിന്നെ എക്കണോമിക്കലി കംപ്ലീറ്റ് ഫോൾട്ട് ആയിരുന്നു ഫയർഡസ്റ്റർ പറയുമ്പോൾ. സ്ക്രീന് നടുവ് കൊണ്ട് വെച്ചേക്കുന്നത് വളരെ ലോ ആയിട്ട്. ഇപ്പൊ സ്ക്രീൻ ഇസ് വെരി വെൽ പ്ലേസ്ഡ്. സ്ക്രീൻ പിന്നെ കുറച്ചുകൂടി ഡ്രൈവർ സെൻട്രിക് ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അതൊക്കെ നന്നായിട്ടുണ്ട് കാര്യം തന്നെയാണ്. നോക്കുകയാണെങ്കിൽ എഞ്ചിന്റെ ഭാഗത്തേക്ക് എഞ്ചിൻ 3 എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഒന്ന് നമ്മൾ കൈഗറിലൊക്കെ കണ്ടിട്ടുള്ള മാഗ്നറ്റിലൊക്കെ കണ്ടിട്ടുള്ള സെയിം എഞ്ചിൻ 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ. അത് നമ്മളൊന്നും ഓടിക്കുന്നില്ല. സെയിം പവർ ഡെലിവറിയാണ്. 100 PS പവറും പിന്നെ 160 Nm ടോർക്കും നമ്മൾ ഓടിച്ചിട്ടില്ല. ഈ 1 ലിറ്റർ ഓപ്ഷനിൽ നമുക്ക് മാനുവൽ മാത്രമേ കിട്ടുന്നുള്ളൂ. നമുക്ക് ഈ ഓട്ടോമാറ്റിക് ഓപ്ഷൻ 1 ലിറ്ററിന് കിട്ടുന്നില്ല. രണ്ടാമത്തെ എഞ്ചിൻ വേരിയന്റ് ആണ് 1.3 ടർബോ. അതും ടർബോ പെട്രോൾ തന്നെ 163 PS ആണ് വരുന്നത്. 280 Nm ടോർക്കാണ്. ക്ലാസ് ലീഡിംഗ് ആട്ടോ ടോർക്ക് ഫിഗർ. നമ്മുടെ ഇപ്പോൾ ഇതിന്റെ കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡീസൽ വെഹിക്കിൾസ് വരെ കമ്പയർ ചെയ്യുമ്പോൾ ഹയസ്റ്റ് ടോർക്ക് ഇതിനാണ്. നല്ല ട്രാക്ടബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അതാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന മാനുവൽ ഓപ്ഷൻ. പവറും അങ്ങനെ തന്നെ, പവറും ക്ലാസ് ലീഡിംഗ് ആണ്. പിന്നെ തേർഡ് ഒരു എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. അത് ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല. അതാണ് ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടിയിട്ട് വരാൻ പോകുന്ന പെട്രോൾ എഞ്ചിൻ. ഒരു 1.8 ആണ്. അതിൽ ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ഹൈബ്രിഡ് അങ്ങനെ തന്നെ. പക്ഷെ അത് ഒരു പ്രത്യേക തരം ഓട്ടോമാറ്റിക് ആണ്. അത് അപ്പൊ പറയാം. അപ്പൊ അന്ന് അത് കിട്ടുന്ന പറഞ്ഞുതരാം. കാരണം ആ ഹൈബ്രിഡ് എഞ്ചിനെ കുറിച്ച് കുറച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്. സോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി നെക്സ്റ്റ് വീഡിയോ. ഇതിനുള്ള സമയമില്ല. നമുക്കപ്പോ ഈ എഞ്ചിനിലേക്ക് എത്താം. ഇതില് നമുക്ക് കിട്ടിയ മാനുവലാണ് 6 സ്പീഡ് മാനുവൽ. 6 സ്പീഡ് മാനുവൽ ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന റെനോയിൽ ഉണ്ടായിരുന്ന 6 സ്പീഡ് മാനുവൽ തന്നെയാണ്. ഈ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഞ്ചിൻ അത്യാവശ്യം നല്ല ട്രാക്ടബിൾ എഞ്ചിനാണ്. ഫസ്റ്റും സെക്കൻഡ് ഗിയറും അത്യാവശ്യം ഷോർട്ടാണ്. പക്ഷെ തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും അത്യാവശ്യം ടോളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തേർഡിലും ഫോർത്തിലും ആയിട്ട് മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റും. ഇതിപ്പോ നമുക്ക് കുറച്ച് ഭയങ്കര അത്യാവശ്യം നല്ല ഹാർഡ് സെക്ഷൻ സീരിയസ് ആയതുകൊണ്ടാണ് സെക്കൻഡിലേക്ക് പോകേണ്ടി വരുന്നത്.
അല്ലെങ്കിൽ തേർഡിലും ഫോർത്തിലായിട്ട് വണ്ടി സിമ്പിൾ ആയിട്ട് ഓടിക്കാൻ പറ്റും. വളരെ ഈസ് ഓഫ് ഡ്രൈവിംഗ് ഉള്ള ഒരു എഞ്ചിനാണ്. അങ്ങനെ പെട്ടെന്ന് നോക്കിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. ചെയ്യുന്നതേ ഇല്ല. 20-30 ഈ തേർഡിൽ നമ്മൾ 20 എത്തി 15 എത്തിയാലും നോക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സെക്കൻഡ് ഗിയറിൽ നമ്മൾ വണ്ടി ഇപ്പൊ ഫുൾ ആക്സിഡന്റ് ഒന്ന് കാലെടുത്ത് വണ്ടി ഡെഡ് സ്റ്റോപ്പ് വരെ ഇങ്ങനെ പോകില്ല, അപ്പൊ നോക്ക് ചെയ്യില്ലേ, അത് നോക്ക് ചെയ്യുന്നില്ല. ഒരു 3 ഡിഗ്രി 4 ഡിഗ്രി ഇൻക്ലൈനിലും സെക്കൻഡ് ഗിയറിൽ വണ്ടി ഇങ്ങനെ കൊണ്ടുപോവാ. സോ പെട്രോൾ എഞ്ചിൻ ആണെങ്കിലും ടോർക്ക് ഇസ് വെരി ഗുഡ്, അത് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് അത്ര സൗണ്ട് ഒന്നും അകത്തേക്ക് വരുന്നില്ല. ബാക്കിയുള്ള ടർബോസിന്റെ പോലെ കുറച്ച് NVH ഒക്കെ വളരെ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ശബ്ദം അകത്തേക്ക് കാണിക്കാത്ത ഒരു എഞ്ചിനാണ്. നമ്മൾ ഓഫ് ആയി പോലും ചിലപ്പോൾ അറിയുന്നില്ല, അത്രയും നിശബ്ദമായിട്ടുള്ള. പിന്നെ ഈ പുതിയ ലേറ്റസ്റ്റ് ജനറേഷൻ വണ്ടികൾക്ക് അവർ ഡിസൈൻ ചെയ്ത് വരുന്നത് ഓട്ടോമാറ്റിക്കിനായതുകൊണ്ട് ഇങ്ങനത്തെ കുറെ ഇലക്ട്രോണിക് സംഭവങ്ങളുണ്ടല്ലോ, ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്, പിന്നെ തലവേദന, അതൊരു തലവേദനയാണ്. ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി സെൻസ് ചെയ്യും, നമ്മൾ ക്ലച്ച് അമർത്തി വണ്ടി ഒന്ന് റോൾ ചെയ്യുമല്ലോ, അപ്പോൾ വണ്ടി സെൻസ് ചെയ്യും വണ്ടി നിൽക്കുകയാണ്, എന്നിട്ട് വണ്ടി ഓഫ് ആയി കാണും. പിന്നെ നമ്മൾ ചിലപ്പോൾ മറ്റേ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പതുക്കെ പോയിട്ട് ഇങ്ങനെ ആക്സിഡന്റ് കൊടുക്കാൻ നമുക്ക് മനസ്സിലാവും വണ്ടി ഓഫ് ആയിരുന്നു. പിന്നെ വീണ്ടും ക്ലച്ച് അമർത്തുമ്പോഴാണ് വണ്ടി സ്റ്റാർട്ട് ആവുക, അപ്പോഴത്തേക്കും ഫുൾ ബ്ലോക്ക് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഫസ്റ്റ് ആക്കേണ്ടിയിരിക്കുന്നു, അപ്പോൾ വീണ്ടും വണ്ടി ഓഫ് ആവും. പിന്നെ അതൊരു പ്രശ്നമാണ്. എന്റെ ഇപ്പൊ ലോങ് ടേമർ ആയിട്ടുള്ള ഈ ഹ്യുണ്ടായുടെ ക്രെറ്റ എൻലൈൻ മാനുവലാണ്, അതിനും ഇതേ പ്രശ്നമാണ്. അതൊരു ഹെഡേക്ക് ആണ്. ഇപ്പൊ മെയിൻ ആയിട്ട് മാനുവൽ തന്നെ ഒരു സെക്കൻഡ് തോട്ട് ആയിട്ട് വരുന്നത്. കാരണം ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മള് DCT ഉണ്ടല്ലോ, അതിന്റെ 6 സ്പീഡ്, അതിലാണ് കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നത്. ഹിൽ ഡിസന്റ് കൺട്രോൾ വരുന്നത്, പിന്നെ നടുക്ക് വന്നേക്കുന്ന സ്പേസ് യൂട്ടിലൈസേഷൻ വരെ ഗിയർ നോബിനെ കണ്ടാൽ അറിയാം, ഇറ്റ്സ് വെരി പോർഷ ഇൻസ്പയർഡ്. നമ്മളെ കുഞ്ഞൻ ആ ഒരു ഗിയർ നോബ് പേഴ്സണലി ഇഷ്ടമല്ല, പക്ഷെ ആ ഒരു ഈ ഒരു സ്പെക് ഓഫ് വെഹിക്കിളിൽ ആ ഗിയർ നോബ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗുഡ്. അതാണ് വേണ്ടത്. അതാണ് ഒരു ഗിമിക്കാണ്. കാരണം നമുക്ക് ഓവർ ഗിയർ ചിഹ്നം മറ്റേ പോർഷെ പോലെ പെർഫോമൻസ് ഓറിയന്റഡൊന്നുമല്ലല്ലോ, ഗിയർ ചിഹ്നം വരുന്നില്ല. സോ ഇറ്റ്സ് നൈസ്. ഇനി ഇതിന്റെ പ്രൈസിങ് വളരെ കോമ്പറ്റീറ്റീവ് ആക്കിയിട്ടുണ്ട്. 10.29 എന്നാണ് സ്റ്റാർട്ടിങ്, അതായത് ഇൻട്രൊഡക്ടീവ് പ്രൈസ് ആണ്. 10.29 സ്റ്റാർട്ട് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോൾ 10.5 ആവും. ഈ ടോപ്പ് എൻഡ് മാനുവൽ വേർഷന് 16.79 ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇതിന്റെ തന്നെ DCT വേർഷന് 18.29, അതായത് 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. പക്ഷെ ആ 1.5 ലക്ഷം രൂപയുടെ ടെക്നോളജി മാറുന്നത് ഹിൽ ഡിസന്റ് കൺട്രോള്, പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്, DCT ഗിയർ ബോക്സ് ആണ് വരുന്നത്, പാർക്ക് ബ്രേക്ക്, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പൊ 1.5 ലക്ഷം കൂടുതലാണ് ഇതിന്. അതുപോലെ തന്നെ ആ 1.5 ലക്ഷം രൂപയ്ക്ക് കുറച്ച് ഈ ഗിയർ ബോക്സിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇതിലും കയറുന്നുണ്ട്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഈ പ്രൈസിംഗിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഡയറക്റ്റ് ഒരു കോമ്പറ്റീഷനായി വരാൻ വേറൊരു വ്യത്യാസമുണ്ട്. ഇത് വെറ്റ് ക്ലച്ച് ഉള്ള ആകെ ഒരു സെഗ്മെന്റ് ഇത് വാനാണ്. വേറെ എല്ലാ DCTയും മെയിൻ ആയിട്ടുള്ള പ്രശ്നം കുറച്ച് ഹീറ്റിംഗിന്റെ പ്രശ്നങ്ങളാണ്. ഡ്യുവൽ ക്ലച്ച് ഉള്ള, അപ്പോൾ വെറ്റ് ക്ലച്ച് കൂടെ കിട്ടുന്നതിന്റെയാണ് ആ പ്രൈസും കൂടെ കയറുന്നത്. ഇതിനൊരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്തായാലും വരാൻ പോകുന്നത് സെൽറ്റോസ്, ക്രെറ്റ ആൻഡ് സിയറ. കാരണം ഇപ്പോൾ അവരുടെ ഹൈബ്രിഡ് എഞ്ചിൻ വന്നിട്ടില്ല. ഹൈബ്രിഡ് എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹൈ റൈഡർ, നമുക്ക് ഗ്രാൻഡ് വിറ്റാർ ഒക്കെ, വിക്ടോറിയസ്, അതൊക്കെ ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷനായി മാറും. സോ ഇപ്പൊ നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കറന്റ് ബ്രാക്കറ്റിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞിട്ടുള്ള വെഹിക്കിള് ഡസ്റ്ററായി മാറി. ആൻഡ് ഏറ്റവും പ്രൈസ് കുറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും കുറച്ചും കൂടെ ഒരു ഫീച്ചർ വൈസും കുറച്ചൊരു ടെക്നോളജി വൈസും ശരിക്കും ഡസ്റ്റർ മുന്നിൽ നിൽക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ബേസ് മോഡലിൽ 1 ലിറ്റർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഇപ്പൊ ഓൾ വൺ ടച്ച് വിൻഡോസ്, അതേപോലെ LED ഹെഡ് ലാംപ്സ്, ഓട്ടോ കാര്യങ്ങൾ, ഓട്ടോ വൈപ്പേഴ്സ്, ഇതൊക്കെ ബേസ് മോഡൽ മുതലുണ്ട്. അതെ. ആൻഡ് ബാക്കിയുള്ള മോഡൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിൽ വന്നേക്കുന്ന ഹൈഡ്രോളിക് സ്ട്രട്ട് ആണെങ്കിലും ബാക്കിൽ വന്നേക്കുന്ന ഓട്ടോമാറ്റിക് ബൂട്ട് ആണെങ്കിലും അതും ബാക്കിയുള്ള വാഹനങ്ങൾക്ക് ഹൈഡ്രോളിക് സ്ട്രട്ട് ഇല്ല, ഫോർച്യൂണറിൽ വരെ ഇല്ല. സോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ശരിക്കും ഡസ്റ്റർ ഇറ്റ്സ് ആക്ച്വലി ലീഡിങ്. ആൻഡ് ഐ ഫീൽ ഇതൊരു പ്രോപ്പർ ഒരു വയബിൾ കണ്ടൻഡർ ആയിട്ടുണ്ട് ഈ ഒരു സെഗ്മെന്റിലേക്ക്. ഇനി ഇത് ഇറങ്ങി നിങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ. സോ വാട്ട് ഐ സേ ഈസ്, ഈ ഒരു സെഗ്മെന്റിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളതും ഏറ്റവും കൂടുതൽ വെഹിക്കിൾസ് ഉള്ളതും ഏറ്റവും കൂടുതൽ ബയേഴ്സ് ഉള്ളൊരു സെഗ്മെന്റുമാണ് ഈ മിഡ് സൈസ് SUV. എല്ലാ വാഹനവും ഇപ്പൊ മിഡ് സൈസ് SUV ആണ്. സോ ഈ ഒരു മിഡ് സൈസ് SUV കാറ്റഗറിയിൽ വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഡസ്റ്റർ നിങ്ങളുടെ വൺ ഓഫ് യുവർ ഓപ്ഷൻസ് ആയിരിക്കണം. ആൻഡ് നമ്മുടെ ഫ്യൂൽ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്നത് 12 ആണ്. നമ്മൾ നല്ലോണം പുഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാനുവൽ ആണ്. ബാക്കി നമുക്ക് ഈ സെഗ്മെന്റിൽ ഫ്യൂൽ എഫിഷ്യൻസി ഇത്ര അങ്ങോട്ട് കിട്ടാറില്ല അല്ലേ? ഫിഗേഴ്സ് ശരിയാണെങ്കിൽ പെട്രോളിൽ ഉള്ള ഫിഗേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ വണ്ടിക്ക് ഇത് കിട്ടുന്നില്ല. എനിക്ക് ഡയറക്റ്റ് അറിയാം, എങ്ങനെ പോയാലും 1 or 2 ഒരു ഡെയിലി യൂസിൽ കുറവാണ്. പിന്നെ ഡീസൽ നോക്കുകയാണെങ്കിൽ ഡസ്റ്ററിൽ നോക്കിയിട്ടേ കാര്യമില്ല, ഡസ്റ്റർ ഇല്ല. സോ ഡസ്റ്റർ എന്തായാലും ഡീസൽ വെഹിക്കിൾസിന് മൈലേജ് കൂടുതലായിരിക്കും. സോ ദാറ്റ് ഈസ് മൈ വേർഡിക്റ്റ്. എന്തായാലും പ്രീവിയസ് ഒരു ഡസ്റ്റർ ആണെന്ന രീതിയിൽ ഇവന്റെയും
അതെ, ഐ അഗ്രി. ലൈക്ക് ഇപ്പൊ സിയറ കുറച്ചൊരു പ്രൈസിയാണ് സിയറിന്റെ പൊസിഷൻ. ഇപ്പൊ കറക്റ്റ് ആണെങ്കിൽ ഒന്നൊന്നും പഴയതായി. പിന്നെ ഉള്ളത് സെൽറ്റോസ് ആണ്, ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് സെൽറ്റോസ് ആണ്. സെൽറ്റോസിന്റെ പ്രൈസും സ്റ്റാർട്ട് ചെയ്യുന്നത് 11 lakhsലാണ്. ഇത് 10.5 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈക്ക് ഇൻട്രോഡക്റ്റ് കഴിഞ്ഞിട്ടും 10.5 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു പ്രൈസിംഗ് ആണ്. ആൻഡ് 16 ഏകദേശം 4 ലക്ഷം 3 ലക്ഷം മേ ബി 2.5 ലക്ഷത്തിന്റെ ഒക്കെ മാറ്റം എന്തായാലും വരും ടോപ്പ് എൻഡ് തന്നെ. അതെ അതെ, സെൽറ്റോസ് ബൈ ലുക്സ് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെങ്കിലും ഐ ഫീൽ ഈ ലുക്സ് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ മസ്കുലർ മാച്ചോ യൂട്ടിലിറ്റേറിയൻ ലുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ ഡിഫൻഡർ ഇങ്ങനെ ചൂടപ്പം പോലെ വിറ്റുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിലും കുറച്ച് ലാഡറൊക്കെ വെക്കുന്നുണ്ട് ഇതിന്റെ കൂടെ. കുറച്ച് ലാഡറൊക്കെ നമുക്ക് ഇതിലും കാണാം. സോ ദാറ്റ് വാസ് ഇറ്റ്. ഇതായിരുന്നു പുതിയ ഈ ഡസ്റ്റർ വിശേഷങ്ങൾ. ഞാൻ നന്ദു, ഞാൻ നിഹാൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ എന്തെങ്കിലും മിസ് ഔട്ട് ആയിരുന്നെങ്കിൽ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. നമ്മൾ എന്തിനാ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് വാസ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈൽ മലയാളം ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.